സോഷ്യൽ മീഡിയയിൽ ഇന്ന് വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത് എം.എ. ബേബിയുടെ പാത്രം കഴുകൽ വീഡിയോയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മോടൊപ്പം സംസാരിക്കാൻ നേഷൻ ഫസ്റ്റിലുള്ളത് അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളിയാണ്. നമസ്കാരം. നമസ്കാരം. പലതരത്തിലുള്ള PR വർക്കുകൾ നടക്കുന്ന ഒരു ചൂട് പിടിച്ച തെരഞ്ഞെടുപ്പ് കാലം എന്ന് വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് പറയാം. ഇപ്പോൾ വൈറലാകുന്നത് എം.എ. ബേബി ഒരു ചേച്ചിയോട് മാറി നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് സ്വന്തമായി ഒരു അടുക്കളയിൽ കയറി പാത്രം കഴുകുന്ന ഒരു വീഡിയോ ആണ്. അത് സ്വന്തം വീടല്ല, തിരുവനന്തപുരത്തുള്ള ഒരു വീട്ടിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു സ്വാഭാവികമായിട്ടുള്ള നീക്കമാണ്, സ്വാഭാവികമായി അദ്ദേഹം ചെയ്യുന്നതാണെന്നൊക്കെയാണ് ഇടത് കൂട്ടം പറയുന്നത്. പക്ഷെ ഇതൊക്കെ വെറും പ്രഹസനങ്ങളായിട്ടല്ലേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അല്ല മേഘ, നോക്കൂ, ഈ നാട്ടിൻപുറത്തൊരു ചൊല്ലുണ്ട്, അന്തം വിട്ട മന്ദൻ എന്തും ചെയ്യും എന്ന്. ആ കണക്കിനാണ് ഈ കൂട്ടർ ഈ വൃത്തികേടുകൾ കാണിച്ചു കൂട്ടുന്നത്. നോക്കൂ, അവിടെ നിൽക്കുന്ന ആ ഇത്ത ഉണ്ടല്ലോ, ഒരു സ്ത്രീയാണല്ലോ, അവരുടെ പോലും ഉള്ളിൽ അവർ ചിരിക്കുകയാണ്. ഇയാൾ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചിരിക്കുകയാണ്. ഇതാണോ രാഷ്ട്രീയ പ്രവർത്തനം? ഇതുകൂടി ആയിരുന്നു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് ഞാൻ അംഗീകരിക്കുകയാണ്. കാരണം മരണ വീട്ടുകളിൽ പന്തൽ കെട്ടാനും അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കല്യാണ വീട്ടിൽ നമ്മൾ ചെന്ന് സഹായം ചെയ്യുന്നതും ഒക്കെ പോലെയല്ല ഈ 5 വർഷത്തിൽ ഒരിക്കൽ മാത്രം മാവേലി പ്രത്യക്ഷപ്പെടുന്ന കണക്കിന്, പാതാളത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന കണക്കിന്, പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഇറങ്ങി വന്ന് ഏതെങ്കിലുമൊക്കെ വീട്ടിൽ പോയി പാത്രം കഴുകുക, അലക്കുക, കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുക, അതിനപ്പുറത്തേക്ക് ഞാൻ പറയുന്നില്ല, മറ്റു പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് മിറ്റമടിക്കുക തുടങ്ങിയ പരിപാടി ചെയ്യുക എന്ന് പറയുമ്പോൾ എന്ത് തരം PR എക്സസൈസ് ആണ് ഇവർക്ക്? ഇതൊക്കെ ആരാണ് പറഞ്ഞു കൊടുക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ പറഞ്ഞു, അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഇവരുടെ PR ടീമിലും ഞങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ഏതോ ഒരു ഏജന്റ് ഉണ്ട്. അദ്ദേഹത്തിന് ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുത്ത് ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് ജനസമൂഹത്തിന്റെ മുമ്പിൽ ഇവരെ ഇളിഭ്യരാക്കുന്നതോടുകൂടി ഞങ്ങൾക്ക് കിട്ടുന്നൊരു ഗുണമുണ്ടല്ലോ. ഞങ്ങളുടെ നേതാക്കളെ നോക്കും, ഇപ്പൊ VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, ശശി തരൂർ, ഇവരൊക്കെ എന്താണ് പൊതുസമൂഹത്തോട് സംവദിക്കുന്നത്? ഞങ്ങൾ നിലപാടുകൾ കൊണ്ടാണ് സംവദിക്കുന്നത്. ഇന്ന് VD സതീശൻ പറഞ്ഞ ഈ നിലപാട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാർത്ത ചെയ്യുന്നത് അല്ലേ? അല്ലെങ്കിൽ SC വേണുഗോപാൽ ഇന്ന കാര്യത്തിൽ ഇന്ന പ്രതികരണം നടത്തി, ഇന്ന സ്റ്റാൻഡ് എടുത്തു എന്നാണ് പറയുക. അല്ലാതെ KC വേണുഗോപാൽ പാത്രം കഴുകിയ വാർത്ത ഇങ്ങനെ, VD സതീശൻ കഴുകിയ പാത്രം ഏതാണെന്ന് കണ്ടാൽ നിങ്ങൾ ഞെട്ടും എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. നോക്കൂ, ഇത് കേവലം എം.എ. ബേബി എന്ന് പറയുന്ന കൊല്ലത്ത് നിന്നുള്ള ഏതെങ്കിലും ഒരു CPM-ന്റെ നേതാവ് ആയി അദ്ദേഹത്തെ കാണാൻ പറ്റില്ല. അദ്ദേഹം CPIM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. ദ ഫസ്റ്റ് കോംറേഡ് ഇൻ ദിസ് നേഷൻ. ഈ രാജ്യത്തെ ഒന്നാമത്തെ കോംറേഡ് ആണ് കോംറേഡ് എം.എ. ബേബി. അപ്പൊ അദ്ദേഹം പോലും ഇത്രമാത്രം തരം താണ്, ഇതൊക്കെയാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് ചിന്തിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. അതിലൊരു ആത്മാർത്ഥത ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. പാത്രം കഴുകുന്നതിൻ്റെ ഒന്നും ഇപ്പോൾ ഒരു കുഴപ്പമുണ്ട് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ആർക്കും പാത്രം കഴുകാം, അവനവന്റെ വീട്ടിലെ കഴുകാം, വേറൊരു സുഹൃത്തിന്റെ വീട്ടിലെ കഴുകാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതിലൊരു ജെനുവിനിറ്റി വേണം. ആ ജെനുവിനിറ്റി ഫീൽ ചെയ്യുന്നില്ല, അത് ജനത്തിന് ഫീൽ ചെയ്യുന്നില്ല. ഇവർ 5 വർഷം എവിടെയായിരുന്നു? ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഞാൻ പറയാം മേഘ, നമ്മൾ ജോക്സ് അപ്പാർട്ട്, ഈ അടുക്കളയിലേക്ക് സഹാബ് എം.എ. ബേബി ചെല്ലുമ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലമായി ഇദ്ദേഹത്തിന്റെ ഗവൺമെന്റ് ഭരിച്ചിട്ട് ആ അടുക്കള പുകയാനുള്ള സാധനങ്ങളുടെ വിലക്കയറ്റത്തെ പറ്റി ചർച്ച ചെയ്യണ്ടേ? അതല്ലേ രാഷ്ട്രീയം? അവിടെ ചെല്ലുമ്പോൾ ഈ പാത്രം കഴുകുമ്പോൾ ആ പാത്രത്തിൽ എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കണമല്ലോ, അരി ഉണ്ടാവണം, കറി ഉണ്ടാവണം. ഇന്ന് എന്താണ് ഇതിന്റെയൊക്കെ വില? എത്ര ശതമാനം വില ഇരട്ടിക്കലാണ് ഈ അരി അടക്കമുള്ള വസ്തുക്കൾക്ക് ഉണ്ടായിരിക്കുന്നത്? ഒരു 60 രൂപ അല്ലെങ്കിൽ 55 രൂപ കൊടുക്കാതെ ഇന്ന് 1 കിലോ അരി കിട്ടുമോ? ഇറച്ചി വിഭവങ്ങൾക്ക്, പോത്തിറച്ചിക്ക് 450 രൂപ തൊട്ട് 500 തൊട്ട് 600 വരെ വില നിയന്ത്രിക്കാൻ സർക്കാരിന് പറ്റുന്നുണ്ടോ? കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു വില, ഒരു യൂണിഫോം വില ഈ പറയുന്ന മാംസ വിഭവങ്ങൾക്ക് ഈ സംസ്ഥാനത്തുണ്ടോ? ഇല്ല. പച്ചക്കറിയുടെ വില നമുക്കറിയാലോ. തിരുവനന്തപുരത്ത് ഒരു വിലയാണെങ്കിൽ കോട്ടയത്ത് വേറൊരു വിലയാണ്, കോട്ടയത്ത് ഒരു വിലയാണെങ്കിൽ ഇടുക്കി ചെല്ലുമ്പോൾ മറ്റൊരു വിലയാണ്. അപ്പോ ഒരു ദിവസം ഒരു സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ മിനിമം ഒരു 500 കൈ പിടിക്കാതെ പറ്റത്തില്ലാത്ത അവസ്ഥ ഇന്ന് കേരളത്തിന്റെ പൊതു അടുക്കളകളിലുണ്ട്. അപ്പൊ ഈ അടുക്കളകളിലേക്ക് കയറി ചെല്ലുന്നത്, എനിക്ക് തോന്നുന്നു ഇത് CPIM തന്നെ തീരുമാനിച്ച, അവർ തെരഞ്ഞെടുത്ത, അവരുമായി അനുഭവമുള്ള വീടുകളിലായിരിക്കും ഈ കയറി ചെന്ന് പാത്രം കഴുകുന്നത്. അല്ലാത്ത സാധാരണക്കാരന്റെ വല്ലതും വീട്ടിലോട്ട് ചെന്നാൽ അവരവിടെ ഇരിക്കുന്ന മടൽ വെട്ടി ഇവരെ അടിക്കുമോ എന്ന സംശയം എനിക്കുണ്ട്. ചൂലെടുത്ത് വീട്ടമ്മമാർ അടിച്ചോടിക്കുമോ എന്ന ഭയം ഇവർക്കും ഉണ്ട്. അതുകൊണ്ട് ഇവരുടെ കോമ്രേഡ്സിന്റെ തന്നെ വീട്ടിൽ ചെല്ലുന്നു, അവർ പാത്രം എടുക്കുന്നു, നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രം എടുക്കുന്നു, കഴുകുന്നു. ഇത് സെറ്റിട്ട് മോഡി ഫോട്ടോ എടുക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞതുപോലെ സെറ്റിട്ട് ഇദ്ദേഹം അഭിനയിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ CPIM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറി പദമൊക്കെ പോയാലും കോമ്രേഡ് എം.എ. ബേബിക്ക് നല്ലൊരു സിനിമാ നടനായി വരുംകാല സമയത്ത് തൊഴിൽ നോക്കാൻ സാധിക്കും, അദ്ദേഹത്തിന് ഉപജീവന മാർഗം നടത്താൻ സാധിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ.
ഇനി ഒരു കാര്യം കൂടെ മേഘം, നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇപ്പോ CPIM-ന് വേണ്ടി PR എക്സസൈസ് ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്ന് മാധ്യമ വിഭാഗങ്ങളെ മുഴുവൻ കൈകാര്യം ചെയ്യുന്ന മാധ്യമ സിൻഡിക്കേറ്റിന്റെ നേതാവ് ശ്രീ നികേഷ് കുമാർ, MV നികേഷ് കുമാർ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിണറിൽ ഇറങ്ങി കിണർ തേയി കൊടുക്കുകയായിരുന്നു. അപ്പോ എന്ത് തരം രാഷ്ട്രീയമാണ്? ചിലയിടത്ത് കിണർ തേകുക, മറ്റു ചിലയിടത്ത് പാത്രം കഴുകുക, വേറെ ചിലയിടത്ത് അലക്കുക തുടങ്ങിയ പരിപാടിയാണ്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി കേരളം ഈ മാലിന്യങ്ങളെ മുഴുവൻ കഴുകി വേസ്റ്റ് കൊട്ടയിൽ ഇടും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. അതെ, ഇത് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് പാപ്പിയപ്പിച്ച സിനിമയിലെ ആ സീനാണ്. ആൾക്കാരെ പിടിച്ചിരുത്തി പറയിക്കുന്നത് പോലെ MA ബേബിയോട് പറയുന്നു, സാറ പോയി ആ പാത്രം കഴുകണം, ഞങ്ങൾ ഒരു വീഡിയോ എടുത്തോളാം എന്ന് പറയുന്നു. കുറെ കൂട്ടാളികൾ കൂടെ ഉണ്ടാകുന്നു. അത്തരമൊരു സാഹചര്യം. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് എല്ലാവരും പറയുമ്പോഴും CPM അത് അംഗീകരിക്കുന്നില്ല. പക്ഷെ എന്ത് വില കൊടുത്തും എന്ത് ചെയ്തും വിജയിക്കണം എന്നുള്ള നെട്ടോട്ടത്തിന്റെ ഭാഗമായിരിക്കണം ഇതൊക്കെ, അല്ലേ? ഉറപ്പായും ഇപ്പൊ 3.5 കോടി ജനങ്ങളുണ്ട് എന്നാണ് നമ്മൾ പറയാ. ഇപ്പൊ അത് 4 കോടിയായി കാണും. 2011 സെൻസസ് ആണല്ലോ. 4 കോടി ജനത്തിന് 1 കോടി വീടുകൾ ഡിവൈഡ് ബൈ നോക്കൂ, 1 കോടി വീടുകൾ കാണും ഈ സംസ്ഥാനത്ത് നിന്ന്. നമുക്ക് ആവറേജ് കൂട്ടാം. അപ്പൊ ഈ 1 കോടി വീട്ടിലെ പാത്രവും പോയി ഇവരെല്ലാരും കൂടെ കഴിയാൽ പോലും ജനം ഇവർക്ക് വോട്ട് ചെയ്യില്ല എന്നുള്ളതാണ് നിലവിലെ യാഥാർത്ഥ്യം. കാര്യം ഈ പാത്രം കഴുകുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ പാത്രത്തിലേക്ക് എന്തെങ്കിലും വെച്ചാൽ മാത്രമാണ് കഴിക്കാൻ സാധിക്കുക. അത് വെക്കാനുള്ളതിന്റെ വിലക്കയറ്റം പ്രധാനമാണ്. ഈ പാത്രം കഴുകുന്ന പാത്രത്തിന്റെ തൊട്ടപ്പുറത്ത് LPG ഇരിപ്പുണ്ട്. ആ LPG സിലിണ്ടറുമായി ബന്ധപ്പെട്ടുള്ള വിലക്കയറ്റമുണ്ട്. അതിൽ കേന്ദ്ര സർക്കാരിനും ഉത്തരവാദിത്തമുണ്ട്, സംസ്ഥാന ഗവൺമെന്റിനും അതിൽ കൃത്യമായ ഉത്തരവാദിത്തമുണ്ട്. പെട്രോൾ വിലകളുടെ ടാക്സ് രാജ്യത്ത് മറ്റൊരിടത്തും മേടിക്കാതെ പോലെ ഇവിടെയാണ് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് 1000 രൂപയ്ക്ക് ഒരു ദിവസം പണിയെടുക്കുന്ന ഒരാൾക്ക് 1000 രൂപയ്ക്ക് പണിയെടുക്കുക എന്ന് പറയുന്നത് നല്ലൊരു എമൗണ്ട് ആണ്. കാരണം 30 ദിവസം ഒന്ന് കൊടുക്കുമ്പോൾ 30,000 രൂപ പെർ മന്ത് ഉണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു സാമ്പാറും കുറച്ച് അച്ചാറും കൂട്ടി ഒരു ദിവസം കഞ്ഞി കുടിക്കണമെങ്കിൽ പോലും, ചോറ് കഴിക്കണമെങ്കിൽ പോലും ഈ 1000 രൂപ തികയില്ല എന്നുള്ളൊരു അവസ്ഥ ഉണ്ടല്ലോ. അപ്പോ ഈ പൊതുജീവിതത്തെ ദുസ്സഹമാക്കുന്ന രീതിയിലുള്ള വിലക്കയറ്റം ചർച്ച ചെയ്യണം. അപ്പൊ മേഘ നോക്കൂ, ഈ കോൺഗ്രസ് സൈബർ ഹാൻഡിലുകൾ ഇതെടുത്ത് ട്രോൾ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ അവരെ കുറ്റം പറയുന്നില്ല. പക്ഷേ കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് തൊട്ടടുത്തിരിക്കുന്ന LPG ഗ്യാസിന്റെ വിലയെ പറ്റിയാണ്. MA ബേബി കഴുകിയ പാത്രത്തിൽ വെച്ച വിഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ച പലവ്യഞ്ജനത്തിന്റെ, പലചരക്കിന്റെ, പച്ചക്കറിയുടെ വിലയെ പറ്റിയാണ്. ഇതിനെപ്പറ്റി കൂടി ചർച്ച ചെയ്യണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ കാലത്തുണ്ടായ വില വർധനമാണ്. അതെ, ഇപ്പോൾ പിണറായി വിജയൻ എല്ലാ MLA-മാർക്കും മന്ത്രിമാർക്കും ഒക്കെ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിച്ചു എന്നതിനെ പറ്റി സ്വന്തം മണ്ഡലങ്ങളിൽ നിങ്ങൾക്ക് കൃത്യമായി ബോധവൽക്കരണം നടത്തണം എന്നുള്ളതാണ്. അതോടൊപ്പം അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, 10 വർഷം മുൻപ് എന്തുണ്ടായിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ എന്താണ് ശ്രമിക്കുന്നത്? 10 വർഷം മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇല്ലായിരുന്ന പലതും നമ്മൾ ചെയ്തു എന്നാണ്. പക്ഷെ ഈ പ്രചാരണങ്ങളൊക്കെ എത്രത്തോളം ഫലവത്താകും എന്നുള്ളതാണ്. 10 വർഷം മുമ്പ് 100% ടാക്സ് പെട്രോളിന് മേൽ ഉണ്ടായിരുന്നില്ല. 10 വർഷം മുമ്പ് സപ്ലൈകോയിൽ നെല്ല് സംഭരിച്ചതിന്റെ പണം കിട്ടാത്തതിന്റെ പേരിൽ 3-4 പേര് ആത്മഹത്യ ചെയ്തത് ഉണ്ടായിരുന്നില്ല. 10 വർഷം മുമ്പ് സപ്ലൈകോയിൽ സാധനങ്ങൾ ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നില്ല. 10 വർഷം മുമ്പ് കെ സ്റ്റോർ എന്ന് പേരിട്ട് റേഷൻ കടയുടെ മുമ്പിൽ പിണറായി വിജയന്റെ ഫ്ലെക്സ് മാത്രം വെക്കുകയും ആ റേഷൻ കടയിൽ എലി വെറ്റി കിടക്കുകയും ഹജരാവിൽ പൂച്ച വെറ്റി കിടക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരുന്നില്ല. ഇതാണ് 10 വർഷം മുമ്പ് ഇല്ലാത്ത കാര്യങ്ങൾ. ഇനി 10 വർഷം മുമ്പ് ശബരിമലയിൽ സ്വർണം ഉണ്ടായിരുന്നു, അത് ആരും കട്ടോണ്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അത് പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. 10 വർഷം മുമ്പ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി എന്ന കണക്കിന് ഉമ്മൻചാണ്ടിയുടെ ഏതെങ്കിലും മക്കൾക്ക്, അച്ചു ഉമ്മനോ മറിയാമ്മ ഉമ്മനോ പൈസ കിട്ടിക്കൊണ്ടിരുന്നിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് എടുത്താൽ ഈ ഇല്ലായ്മകളെല്ലാം അവർ പറയണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അവരത് പറയട്ടെ, ചർച്ച ചെയ്യട്ടെ. അരിയുടെ വില എന്തായിരുന്നു 10 വർഷം മുമ്പ് എന്ന് ചിന്തിക്കണ്ടേ? അതിന് ഞാൻ സമ്മതിക്കുന്നു, 10 വർഷത്തെ ഒരു ഡോളർ അല്ലെങ്കിൽ റുപ്പേ വിനിമയ നിരക്കിന്റെ ഒക്കെ പ്രശ്നമുണ്ട്. അതുകൂടി പരിഗണിച്ചോട്ടെ, ആ പെർസെന്റേജ് ഓഫ് ഇൻക്രീസ് കൂടെ പരിഗണിച്ചോട്ടെ. പക്ഷെ എന്നാലും എത്ര ശതമാനമാണ് അരിയുടെ വില വർദ്ധിച്ചത്, സാധനങ്ങളുടെ വില വർദ്ധിച്ചത്, അതെല്ലാം ചർച്ച ചെയ്യണം. ഇത്രയും വലിയ കൊള്ള ശബരിമലയിൽ 10 വർഷം മുമ്പ് ഉണ്ടായിരുന്നോ? സ്വർണം അടിച്ചോണ്ട് പോകാൻ പോറ്റി ആരെങ്കിലും 10 വർഷം മുമ്പ് അവിടെ കയറ്റിയിരുന്നോ? പോറ്റിയുടെ നേതൃത്വത്തിൽ സ്വർണം അടിച്ചോണ്ട് പോയിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് 2 ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് വരെ അറസ്റ്റ് ചെയ്തിരുന്നോ? ഇതെല്ലാം ചർച്ച ചെയ്യണമെന്ന്. ഇതെല്ലാം ചർച്ച ചെയ്യണം. സ്പ്രിംഗ്ലർ, ബ്രൂവറി, ഡിസ്ലറി, AI ക്യാമറ തുടങ്ങി 1 ഡസൻ അഴിമതികൾ 10 വർഷക്കാലം മുമ്പ് ഉണ്ടായിരുന്നു എന്ന് ചർച്ച ചെയ്യണം. ഈ അഴിമതികളുടെ മുഴുവൻ തുഞ്ചം പിടിച്ച് ED കേരളത്തിലേക്ക് വരികയും അത് സെറ്റിൽ ചെയ്ത് തൃശ്ശൂരിൽ BJPക്ക് ഒരു MP 10 വർഷം മുമ്പ് ഉണ്ടായിരുന്നില്ല, അത് ഉണ്ടാക്കി കൊടുത്തത് ആരാണ് എന്നതും ചർച്ച ചെയ്യണം. അത്തരം ചർച്ചകളിലേക്ക് പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. പിണറായി വിജയൻ നേരിട്ടെത്തി പാത്രം കഴിയാലും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കറ പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ മേഘ, കറ നല്ലതാണ്.
അതെ. അപ്പോൾ പി ആർ ചെണ്ടുകളുടെ കാര്യം പറയുമ്പോൾ പറയാതെ പോകാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. പിണറായി വിജയൻ ചായ കുടിച്ചൊരു കപ്പ്, ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് പറയുന്ന ഒരു കപ്പ്, അതും ഈ പി ആർ ചെണ്ടുകളുടെ ഭാഗമായിരുന്നില്ലേ? തീർച്ചയായും ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക്, അത് ഞാനൊരു ചർച്ചയിൽ പറയുണ്ടായി. ഇപ്പൊ ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് പറയുന്ന കപ്പ് അദ്ദേഹം പിടിക്കുന്നതിലൊന്നും നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ഈ കപ്പ് എടുത്തു കൊടുത്തത് ആരാണ്? മേഘയ്ക്ക് അവിടുത്തെ അന്നത്തെ ദിവസം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഞാൻ ശ്രദ്ധിച്ചപ്പോ ഈ കപ്പ് സഖാവ് പിണറായി വിജയൻ എടുത്തു കൊടുക്കുന്നത് മുകേഷ് MLA ആണ്, കൊല്ലത്ത് നിന്നുള്ള മിടുക്കനാണല്ലോ. രണ്ടാമത് ഈ കപ്പിലേക്ക് ചായ ഊറ്റി കൊടുക്കുന്നത് ശശിയാണ്, അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി. പണ്ട് സ്വന്തം MLA ആയ ഒരു സഖാവിന്റെ മകളെ ലൈംഗികമായി അതിക്രമിച്ചു എന്ന പേരിൽ ആരോപണം കേട്ട് മാറി നിൽക്കപ്പെട്ട ശശി. ഇനി ചായ ഒഴിച്ചാൽ മാത്രം പോരല്ലോ, അതിനകത്ത് മധുരം ഇട്ട് ഇളക്കണമല്ലോ. അത് ഇളക്കി കൊടുത്തത് ശശിയാണ്. ആരാണെന്ന് അറിയാലോ ശശി. ഇനി ഈ ചായപ്പൊടി മേടിക്കാൻ പോയ ആളാണ് ബഹു കേമൻ. അദ്ദേഹം മൂന്നാറിൽ പോയാണ് ചായപ്പൊടി മേടിച്ചത്. മൂന്നാറിൽ പോയി ചായപ്പൊടി മേടിച്ച ആളുടെ പേര് ഡോക്ടർ TM തോമസ് ഐസക് എന്നാണ്. ഐസക് മൂന്നാറിലേക്ക് വിളിച്ചു എന്ന് പറഞ്ഞത് സ്വപ്ന സുരേഷ് ആണ്. അപ്പൊ അങ്ങനെ തുടങ്ങി ഒരു ബഹു കേമന്മാരാണ് ഈ ചായയുടെ പിന്നിലുള്ളത്. അല്ലെ നമ്മൾ വിചാരിക്കുന്ന പോലെ വെറുതെ ഒരു ടീമല്ല ഈ ചായ. ഇനി കുടിച്ച ചായയുടെ കപ്പ് മേടിച്ച് താഴെ വെച്ച ആള് ഗണേഷ് കുമാറാണ്, MLA മന്ത്രി. ഗണേഷ് കുമാറിനെ പറ്റി ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാർ പറയാണ് എന്താണ്, കോൺഗ്രസ് പറയണം രാഹുൽ മാങ്കൂട്ടത്തോട് രാജിവെക്കാൻ. ഇതേ ആരോപണം ഉണ്ടായപ്പോ സ്വന്തം അപ്പം പറഞ്ഞിട്ട് രാജിവെക്കാത്ത ആളാണ് ഗണേഷ് കുമാർ. ഏത് ഈ കൊട്ടാരക്കരയിൽ നിന്നുണ്ടായിരുന്ന യശശരീരനായ നേതാവ്, കേരള രാഷ്ട്രീയത്തെ അതികായൻ ശ്രീ ബാലകൃഷ്ണപിള്ള ഇതേ ആരോപണം ഉണ്ടായപ്പോ സ്വന്തം മകനോട് രാജിവെക്കണമെന്ന് പറഞ്ഞു, രാജിവെച്ച് മാറി നിൽക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം രാജിവെച്ചില്ല. സ്വന്തം അപ്പം പറഞ്ഞിട്ട് രാജിവെക്കാത്ത ഒരാള് പാർട്ടി പറഞ്ഞു വേറൊരാളെ കൊണ്ട് രാജിവെപ്പിക്കണം എന്ന് പറഞ്ഞാൽ എന്ത് തരം ഇരട്ടത്താപ്പാണ് എന്നുള്ളതാണ് ഈ കാര്യങ്ങളിൽ നമുക്ക് സംശയിക്കാനുള്ളത്. അതെ. അപ്പോൾ എന്തൊക്കെ പി ആർ സ്റ്റണ്ടുകൾ കാണിച്ചാലും ജനം ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുക്കേണ്ടതായുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള, സ്വർണം എവിടെ പോയി, ശബരിമലയിൽ എന്തിന് കൈകടത്തി, അതുപോലെ ഈ പറഞ്ഞ പലവ്യഞ്ജന സാധനങ്ങളുടെ അല്ലെങ്കിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ്, എല്ലാത്തിനും ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം ജനം ഉത്തരം കൊടുക്കാൻ പോകുന്നത് ബാലറ്റ് പെട്ടിയിലായിരിക്കും. അപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ എല്ലാം ഉത്തരം കിട്ടും എന്നുള്ളതാണ്. ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി.